എപ്പളെ ഐഫോൺ SE 4 ഇറങ്ങാൻ പോവുകയാണ് അല്ലേ? യെസ്, ഐഫോൺ SE 4 ഇറങ്ങാൻ പോവുകയാണ്. എപ്പോഴാ ലോഞ്ചിങ് ടൈം? എന്തായാലും 2025 മാർച്ചൊക്കെ ആവും. 2025 മാർച്ചൊക്കെ ആവും. അടുത്തല്ല, 2025 ആവും അല്ലേ? 2025 മാർച്ച്. ആ അടുത്തല്ല, വലിയ സമയമൊന്നുമില്ല അല്ലേ? 2024 ഡിസംബർ ആയില്ലേ? ആ ടൈമുണ്ട്. അതെ, എന്തൊക്കെ ഫീച്ചേഴ്സ് കേൾക്കട്ടെ, പറയൂ. അത് ഫോൺ ഇറങ്ങും പറഞ്ഞ പോരെ? ആപ്പിൾ പ്ലീസ് പറയൂ, ആ വായിൽ നിന്ന് കേൾക്കാനാണ്, പറയൂ. എന്നാ ഞാൻ പറയാം. ആപ്പിൾ ഇന്റലിജൻസ്. ആ ആപ്പിൾ ഇന്റലിജൻസ്. പിന്നെ ആ നോച്ച് കൊണ്ടുവന്നു ഞങ്ങള്. നോച്ച്, ഫ്രണ്ട് ഡിസ്പ്ലേ, ഫേസ് ഐ ഡി. ഓ, നോച്ച് ഫേസ് ഐ ഡി. ഓ ഓക്കെ. പിന്നെ പിന്നെ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്. എന്താ ചിരിക്കണേ? ഒന്നുമില്ല. ഇവിടെ iPhone 16 60 ഹെർട്സ് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴാണ് iPhone SE. ഇതിപ്പോ ഇതൊക്കെ അതിമോഹം. iPhone SE 60 ഹെർട്സ് കൊടുത്തോ, കുഴപ്പമില്ല. പക്ഷെ ഈ iPhone 16 എന്തിനാ ഈ 60 ഹെർട്സ് കൊടുത്തന്നെ? ബഡ്ജറ്റ് 17 എന്താ അവസ്ഥ? അതിലും 60 ഹെർട്സ് തന്നെ ആവാൻ സാധ്യത അല്ലേ? ഒരു 90 ഹെർട്സ് എങ്കിലും കൊടുത്തൂടെ? 120 ഹെർട്സ് ആണെന്നൊന്നും പറയുന്നില്ല, ഒരു 90 ഹെർട്സ് എങ്കിലും. എന്തായാലും അടുത്ത കൊല്ലം ഞങ്ങക്ക് മൂഡ് വരുന്ന എപ്പോഴാ അപ്ലോഡ് ചെയ്യും. ഹായ് ഗൈസ്. ആ ഇവിടെ വാ. ഇന്നൊന്ന് കാണാതിരിക്കുന്നു ഞാൻ. എന്തോ അല്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ട് വരാം. അത് കുഴപ്പമില്ല, ഫുഡ് നമുക്ക് ഇപ്പൊ കഴിക്കാം. ഇച്ചിരി വാ. ഞാൻ വന്നുണ്ട്. എന്താ പറയാ, ഞാൻ കേട്ടത് S25 സീരീസില് S25, S25 Plus, S25 Ultra, ഈ മൂന്ന് സീരീസിലും സ്നാപ്ഡ്രാഗൺ 8 ആവുന്ന ഞാൻ കേട്ടത്. എന്നാൽ ഞാൻ അറിഞ്ഞത് ഈ S25, S25 Plus ഈ രണ്ട് സീരീസിലും ഇന്ത്യയിൽ എക്സിനോസ് ആണ്. ഈ അമേരിക്ക, കാനഡ അങ്ങനത്തെ സ്ഥലത്താണ് ഈ മൂന്ന് സീരീസിലും സ്നാപ്ഡ്രാഗൺ 8 വെച്ച് കൊടുക്കുന്നത്. അതെന്താ? ഇത് പറഞ്ഞാൽ കറക്റ്റാ. കാനഡയിലും അമേരിക്കയിലൊക്കെ ഞങ്ങൾ സ്നാപ്ഡ്രാഗൺ 8 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ മിക്കവാറും എക്സിനോസ് ആവാനാണ് സാധ്യത. ഈ രണ്ട് സീരീസിന് മാത്രമേ എക്സിനോസ് വെച്ച് കൊടുക്കുന്നുള്ളൂ. മറ്റേ S25 Ultra സ്നാപ്ഡ്രാഗൺ 8 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിലെങ്കിലും സ്നാപ്ഡ്രാഗൺ തെറ്റുണ്ടല്ലോ, സമാധാനം.